താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ്. ഈ ലോകത്തിൽ നന്നായി ജീവിക്കുവാൻ, സുഗമമായി ജീവിച്ച് മുൻപോട്ട് പോകുവാൻ നാം വിലയേറിയതായി കാണുന്ന പലതിന് പിന്നാലെയും ഓടുമ്പോൾ നാം അറിയാതെ തന്നെ നമുക്ക് പിന്നിൽ നഷ്ടപ്പെട്ടു പോകുന്ന നമുക്കൊപ്പമുള്ള വിലയേറിയത്, അങ്ങനെ അതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ നാം ഒത്തിരി ഓടിയിട്ടും നാം ലക്ഷ്യം വയ്ക്കുന്നതും വിലയേറിയതുമായതും കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ അവയൊക്കെ എങ്ങനെ നമ്മുടെ പിന്നാലെ വരുമാറാക്കുവാൻ കഴിയും? അതിൻ്റെ പ്രത്യേകത ഇന്നലെ നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി ധ്യാനിച്ചു. ഇന്ന് ആത്മീയമായി നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ, എന്തിനു വേണ്ടി? നമ്മെ ആ നന്മകൾ പിന്തുടരുന്നതിനു വേണ്ടി 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ സ്വപ്നം കാണുകയും നമ്മൾ പ്രതീക്ഷിക്കുകയും നമ്മുടെ ജീവിതം നന്നായി മുൻപോട്ട് പോകുവാൻ വേണമെന്ന് നാം കരുതുകയും ചെയ്യുന്ന ഭൗതികമായ നന്മകളെ, അനുഗ്രഹങ്ങളെ നമ്മുടെ പിന്നാലെ വരുത്തുവാൻ നമുക്ക് കഴിയും. ഒന്നാമതായി ദൈവ സാന്നിധ്യത്തിലായിരിക്കുക, അഥവാ ദൈവത്തോടൊപ്പം ജീവിക്കുക. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഭക്തനായ ഒരു മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭക്തന്റെ പേര് ഹാനോക്ക് എന്നാണ്. വചനം പറയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തോട് കൂടെ നടന്നു. അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും? അതേക്കുറിച്ച് വഴിയെ പറയാം. ആ മനുഷ്യനെ ദൈവം എടുത്തുകൊണ്ടു എന്നും വേദപുസ്തകം പറയുന്നു. നോക്കിയേ, ഒരു വിശ്വാസിയായി, ഒരു ഭക്തനായി നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ നോക്കിയായിരിക്കുന്ന ഒരുപാട് പേരുടെ ഒരു കൂട്ടം നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് അവർ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നത്? നിങ്ങളുടെ ഓരോ കാൽവെപ്പും കണ്ട് നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവാനാണോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ വഴികളിൽ കൂർത്തുമൂർത്ത മുള്ളുകൾ വിതറി തരുവാനും, നിങ്ങളെ പരിഹസിക്കുവാനും, കുറ്റം പറയുവാൻ ഒരു വിശ്വാസിയായി, ഒരു പ്രാർത്ഥിക്കുന്നവനായി, ആരാധിക്കുന്നവനായി, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനായി നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊക്കെയും കുറ്റം കണ്ടുപിടിക്കുവാനും, അതിനെക്കുറിച്ച് പറഞ്ഞ് പരിഹസിക്കുവാനും, നിങ്ങളെ കളിയാക്കുവാനും, അല്ലേ? എന്തോരം കളികാക്കലും പരിഹാസവും ഒക്കെ കേട്ടിട്ടുള്ളതാ. ഇവനങ്ങ് ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നു. വീട്ടിൽ തന്നെ അമ്മ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ, ഞങ്ങളൊക്കെ പുറംപോക്കാം. എവള് പള്ളിയിൽ പോകുന്നത് കൊണ്ട് ആ ദൈവം ഇങ്ങനെ ഉള്ളു, അല്ലെങ്കിൽ ദൈവം പോയേനെ. അപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, അത് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പരിഹസിക്കുവാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരുടെ കൂട്ടം, അവരുടെ ലക്ഷ്യം എന്താണ്? ഈ പരിഹാസത്തിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? അവർ പറയും, ഞങ്ങൾ ലോകപ്രകാരം ലോകത്തിലെ സന്തോഷം അനുഭവിച്ച് ഈ ചെറിയ ജീവിതം ആസ്വദിക്കും, ആഘോഷമാക്കി തീർക്കും. നീ ഈ സന്തോഷങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചു ദൈവത്തിനെന്നും പറഞ്ഞ് ജീവിക്കും. ഞങ്ങൾ പ്രശ്നത്തിലാവും, നീയും പ്രശ്നത്തിലാവും. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിലും പ്രശ്നം ഉണ്ടാകും. വെള്ളപ്പൊക്കം വന്നു, വിശ്വാസികളെ മാറ്റി നിർത്തിയിട്ട് അവിശ്വാസികളുടെ ജീവിതത്തിൽ മാത്രമാണോ വെള്ളം പൊങ്ങിയത്? അല്ല. കൊറോണ വന്നു, വിശ്വാസികളെ മാറ്റി നിർത്തിയോ? ഇല്ല. സാമ്പത്തിക മാന്ദ്യം വന്നു, വിശ്വാസികളെ മാറ്റി നിർത്തിയോ? ഇല്ല. അവരനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും നമ്മളും അനുഭവിച്ചു. നോക്കിയേ, ദൈവത്തോടു കൂടെ ഹാനോക്ക് നടന്നു. ദൈവം അവനെ എടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവൻ നടക്കുവാൻ കഴിയാത്ത വിധത്തിലായി, അഥവാ അവൻ വീണു. പ്രിയരെ, നമ്മൾ വിശ്വാസി ആയിരിക്കുന്നത് കൊണ്ട്, ദൈവത്തോടൊപ്പമായിരിക്കുന്നത് കൊണ്ട്, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരത്തില്ല, അഥവാ വീഴ്ച വരത്തില്ല എന്നല്ല. പക്ഷെ നമ്മൾ വീഴുന്നത് എവിടെയായിരിക്കും? ലോകം വീഴുന്നത് പോലെ പരിപരുത്ത പാറപ്പുറത്തല്ല, കൂർത്തുമൂർത്ത മുള്ളിന് മുകളിലല്ല. പിന്നെയോ, നീട്ടപ്പെട്ട കരങ്ങൾക്കുള്ളിൽ നമ്മൾ വീഴും. വചനം പറയുന്നു, ഹാനോക്ക് വീണു, ദൈവം അവനെ എടുത്തുകൊണ്ടു. ഹാനോക്ക് വീണത് സത്യമാണ്, പക്ഷേ വീണത് ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിലാണ്. പ്രിയരെ, പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ തിരിച്ചറിയുക, ലോക മനുഷ്യൻ വീഴുന്നത് പോലെ ആ പരിപരപ്പുള്ള ഉറപ്പുള്ള പാറപ്പുറത്ത് വീണ് നിങ്ങൾ ചിതറിപ്പോകത്തില്ല. കാരണം നീട്ടപ്പെട്ട കരങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ വീഴുന്നത്. ആ കരം നിങ്ങളെ എടുത്തുകൊള്ളും. ഓ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അതേ പ്രിയരെ, ഈ വീഴ്ച, ഒരു ഭക്തനായി നിങ്ങൾ വീണ ഈ വീഴ്ചയുണ്ടല്ലോ, ലോക മനുഷ്യനായി അനേകർ വീണ് നശിച്ചു പോയതുപോലെ നാശത്തിനല്ല, നിങ്ങൾ വീണത് ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിലാണ്. ജോലിയില്ലാത്തവനായി തീർന്നു, ജോലി നഷ്ടപ്പെട്ടു, വരുമാനം കുറഞ്ഞു. അയ്യോ, ഇനി ആത്മഹത്യ മാത്രം അല്ല, നിന്നെ ദൈവം എടുത്തുകൊള്ളും. ഓ സ്തോത്രം, നിന്നെ ദൈവം എടുത്തുയർത്തും. അങ്ങനെ പറയുവാനാണ് എനിക്കിഷ്ടം. അവർക്ക് കാണുവാൻ കഴിയുന്നില്ല, ചുറ്റുമുള്ളവർ നോക്കി നിൽക്കുക. അയ്യോ, വീണ് കിടക്കുന്നവൻ എവിടെ? ഹാനോക്ക് എവിടെ? നോക്കി നിൽക്കുക. സഹോദര, സഹോദരി, നിന്റെ ജീവിതം വീണ് തകരുന്നത് കാണുവാൻ ആ അഗാധത്തിലേക്ക് നോക്കി നിൽക്കുക. പക്ഷെ വചനം പറയുന്നു, കണ്ടില്ല. കാരണം എന്താ? ദൈവം അവനെ ഉയരത്തിലേക്ക് എടുത്തു. ഓ സ്തോത്രം, ദൈവം നിന്നെ ഉയർത്തും. നീ ഒന്നുമില്ലാതായി തീർന്ന ആ ജോലി സ്ഥലത്ത് ദൈവം നിന്നെ ഉയർത്തും. നീ പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ആ കുടുംബ ജീവിതത്തിൽ ഒപ്പമുള്ളവർ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഡിവോഴ്സായി മാറും, ഇപ്പോൾ അടിച്ചു പിരിയും. ഇല്ല, അത് ലോകത്തിൽ സംഭവിക്കും. പക്ഷേ നീ ഒരു ഭക്തനായതുകൊണ്ട്, നീ വിശ്വാസി ആയതുകൊണ്ട്, നീ പലതും വിട്ട് കളഞ്ഞ് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതുകൊണ്ട്
വീണത് സത്യമാണ്, പക്ഷെ അത് ദൈവത്തിൻ്റെ കരത്തിലാണ്. നോക്കി നിൽക്കുന്നവർക്ക് കാണുവാൻ തക്കവണ്ണം നീ ചിതറിപ്പോകത്തില്ല. എൻ്റെ ദൈവം നിന്നെ എടുത്തുയർത്തും. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളെ ദൈവം ഉയർത്തും. അവർ വീണത് സത്യമാണ്, പക്ഷെ തകരത്തില്ല, അവരെ ദൈവം ഉയർത്തും. നിങ്ങൾ രോഗിയായി തീർന്നു, സത്യമാണ്, പക്ഷെ മരിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. രോഗമുഖാന്തരം നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ എടുത്തുയർത്തും. നിങ്ങൾ അവൻ്റെ കരങ്ങൾക്കുള്ളിലാണ്. ഒന്ന് ചിന്തിച്ചേ, നിങ്ങൾ അനുഭവിക്കുന്ന ഇതേ പ്രശ്നം കടന്നു വന്ന് തകർത്ത് കളഞ്ഞ എത്രയോ ജീവിതങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. എത്രയോ ജീവിതങ്ങൾ തകർന്നു പോയി, എത്രയോ ജീവിതങ്ങൾ. എന്നാൽ ദൈവം നിങ്ങൾ അവൻ്റെ കരങ്ങളിൽ പരിപാലിച്ചിരിക്കുന്നു. സഹോദര, സഹോദരി, ഈ കടത്തിൽ നീ അവസാനിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കടം കയറി നീ മുടിഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വീഴ്ചയാണ്, വീഴ്ച വലുതാണ്. ആ വീഴ്ചയുടെ അനന്തരഫലം എന്തെന്ന് നോക്കി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. കഴുകൻ കണ്ണുകൾ നിന്നെ പരിഹസിക്കുവാനും കുറ്റം പറയുവാനും. അയ്യോ, അവരുടെ മുമ്പിൽ അവരുടെ കണ്ണ് നിന്നെ കാണത്തില്ല. ആ വിധത്തിൽ ദൈവം നിന്നെ ഉയർത്തും യേശുവിൻ നാമത്തിൽ. അപ്പോൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നവൻ ദൈവത്തോട് കൂടെ നടക്കുന്നു. എങ്ങനെ ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിയും? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. ദൈവം തന്നോട് പറഞ്ഞതൊക്കെയും നോഹ അങ്ങനെ തന്നെ അനുസരിച്ചു. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, അഥവാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാനായി കഴിയും. നോഹ അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചതുകൊണ്ട് നോക്കൂ, നോഹയുടെ തലമുറ, നോഹയുടെ മക്കളെ കുറിച്ചല്ല, നോഹയായിരുന്ന ആ തലമുറ മുഴുവനും നശിച്ചു. നശിച്ച തലമുറയിൽ നോഹയുടെ മക്കൾ ഉണ്ടായിരുന്നില്ല, നോഹയുടെ ഭാര്യ ഉണ്ടായിരുന്നില്ല, നോഹയുടെ സമ്പത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം നോഹ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തവനാണ്, ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചവനാണ്. നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുമെങ്കിൽ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. മധ്യത്തിൽ നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആകത്ത കൂട്ടുകെട്ടുകളെ നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങൾക്കൊപ്പമുള്ളവർ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വെള്ളപ്പൊക്കത്തിൽ നിങ്ങളുടെ വസ്തുവകകൾ, സമ്പത്ത്, നന്മകൾ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. രോഗത്തിൽ നിങ്ങളുടെ ശരീരം നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. കടത്തിൽ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ തൊഴിൽ അത് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നവൻ നശിച്ചു പോകത്തേ ഇല്ല. ഒന്ന്, ദൈവ സാന്നിധ്യത്തിലായിരിക്കുക. രണ്ട്, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതിനെ വിലയേറിയതായി കാണുക. എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ആ വിലയേറിയതായി കാണേണ്ടത്? ഞാൻ ഇന്നലത്തെ മെസ്സേജ് ചിന്തിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകത്തിൽ നാം നന്മയെന്ന് ചിന്തിക്കുന്ന പലതിനും പിന്നാലെ നാം ഓടുമ്പോൾ നമ്മുടെ സന്തോഷം ആത്യന്തികമായി തീരുവാൻ തക്കവണ്ണം ദൈവം തന്ന പലതിനെയും, അല്ലെങ്കിൽ നമുക്കൊപ്പമുള്ള പലതിനെയും നാം നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. അതെന്താണ്? നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ. പ്രിയരെ, നമ്മുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണത അതിലാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഓടി എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അതൊക്കെ വെറും വട്ടപൂജ്യമാണ്. നീ ഒറ്റയ്ക്ക് എന്തൊക്കെ നേടിയാലും നീയും പൂജ്യമാണ്, നീ നേടുന്നത് പൂജ്യമാണ്. ഇത് പറയുന്നത് രതീഷല്ല, ദൈവത്തിൻ്റെ വചനമാണ്. പിതാവായ ദൈവം അത് തിരിച്ചറിയുന്നു. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ആദം ഏകനായിരിക്കുമ്പോൾ ഈ ഭൂമി മുഴുവനും അവൻ്റേതാണ്. ഈ ഭൂമിയിൽ ഒരു അവകാശം പറയുവാൻ വേറെ ആരുമില്ല. എങ്കിലും ദൈവം പറയുന്നു ഇവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. പ്രിയരെ, നിങ്ങൾക്ക് എന്തും ഈ ലോകത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞേക്കാം, പക്ഷേ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കൊപ്പമില്ലെങ്കിൽ അത് നന്നല്ല, അത് നല്ലതല്ല. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണത, ആത്യന്തികമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം, സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമ്പോഴാണ്. അപ്പോൾ ദൈവം കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പ്രയോറിറ്റി, അടുത്ത സ്ഥാനം കുടുംബത്തിന്, മക്കൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന് അങ്ങനെ ആയിരിക്കണം. എന്നാൽ ഇന്ന് പലർക്കും ജോലി, സാമ്പത്തിക നന്മകൾ, സാമ്പത്തികമായ അഭിവൃദ്ധി, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ സന്തോഷം, സ്വാർത്ഥത, ഇതൊക്കെ വലുതായിരിക്കുന്നു. എന്നാൽ അത് മാറണം. നോക്കിയേ, എങ്ങനെ സന്തോഷമായിരിക്കുവാൻ കഴിയും? ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്ന സമയം എനിക്കൊരു എത്തിക്സ് ഉണ്ട്. മറ്റുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാതെ, മറ്റുള്ളവരെ ആരെയും വിഷമിപ്പിക്കാതെ ഞാൻ സന്തോഷമായിരിക്കും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതൊന്നും തെറ്റല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആയിരിക്കും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത്. ഒരു ഭക്തനായിട്ട് തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യാം. നോക്കിയേ, ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മദ്യത്തിൽ ആശ്രയിച്ചു, കൂട്ടുകെട്ടുകളിൽ ആശ്രയിച്ചു. എന്നാൽ ആ സന്തോഷം അപൂർണമാണെന്ന് വളരെ താമസിയാതെ എനിക്ക് മനസ്സിലായി. കാരണം മദ്യം തരുന്ന സന്തോഷം ഒരു ടൈം ഫ്രെയിമിനുള്ളതാണ്. ആ മദ്യത്തിൻ്റെ കെട്ടിറങ്ങുമ്പോൾ സന്തോഷവും പോകും. കൂട്ടുകെട്ട് തരുന്ന സന്തോഷം, കൂട്ടുകാർ നമ്മെ വിട്ടു പോകുമ്പോൾ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കഴിയുമ്പോൾ ആ സന്തോഷവും പോകും. മറ്റു ചിലർ
ലോകപ്രകാരമുള്ള ബന്ധങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കാറുണ്ട്. ഒരു സമയം അത് കഴിയുമ്പോൾ ആ സന്തോഷവും നഷ്ടപ്പെടും, അല്ലേ? എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ കഴിയുക? എൻ്റെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എങ്ങനെ എനിക്ക് എപ്പോഴും സന്തോഷമായിരിക്കുവാൻ കഴിയും? അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, എനിക്കൊപ്പമുള്ളവരെ സന്തോഷമായി വഹിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് സന്തോഷമായിരിക്കുവാൻ കഴിയൂ. സിമ്പിളാണ്. നിങ്ങൾക്ക് ചുറ്റും ഒരു 10 പേരുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ വലിയ പ്രശ്നത്തിലാണ്, നിങ്ങൾ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ്, എങ്കിലും ചുറ്റുമുള്ള 10 പേരും ഹാപ്പി ആണെങ്കിൽ നിങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പി ആകും. അപ്പോൾ നമുക്കൊപ്പമുള്ളവരുടെ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ അമ്മയപ്പന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, അവർ ഹാപ്പി ആണെങ്കിൽ പ്രിയരെ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ഹാപ്പി ആകും. അവരുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷമായി മാറും. അപ്പോൾ നിങ്ങൾക്കൊപ്പമുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മാത്രമേ, നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൻ്റെ അളവിനനുസരിച്ചല്ല, നിങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ വലിപ്പമല്ല, പ്രിയരെ, നിങ്ങൾക്കൊപ്പമുള്ളവരെ എങ്ങനെ നിങ്ങൾ വച്ചിരിക്കുന്നു, നിങ്ങൾക്കൊപ്പമുള്ളവർ എത്രത്തോളം ഹാപ്പിയാണ്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം ഹാപ്പി ആയിരിക്കുന്നത്. അപ്പോൾ വിലയേറിയതായി കാണുക. എന്തിനെ? ദൈവം തരുന്ന റിലേഷൻസിനെ. ശ്രദ്ധിക്കുമല്ലോ, ദൈവം തരുന്ന റിലേഷൻസ്, അതാണ് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷമാക്കി മാറ്റുന്നത്. എല്ലാം നഷ്ടപ്പെട്ടേക്കാം, എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കൊപ്പം കാണും, നിങ്ങളവരെ സന്തോഷമായി വച്ചിരിക്കുമെങ്കിൽ. 3, സഭയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. എബ്രായലേഖനം 10-24 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ. സഭ 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചപ്പോൾ വിജനമായ വെളിംപ്രദേശങ്ങളിലും മലമടക്കുകളുടെ ഇടകളിലും പാറക്കെട്ടുകളുടെ ഇടകളിലും ഒളിച്ചിരിക്കുവാൻ കഴിയുന്ന സ്ഥലങ്ങളിലുമായിരുന്നു. നൂറ്റാണ്ടുകൾ വളരെ വേഗം പിന്നിട്ടു. മണിമാളികകളിലും രമ്യകർമ്മങ്ങളിലും വലിയ ഹാളുകളിലും നമ്മളൊക്കെ സഭാരാധന എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ആരാധനാക്രമങ്ങൾ ചൊല്ലി ഒത്തിരി പേർ കൂടിയിരിക്കുന്ന അനുഭവത്തിലേക്ക് മാറി. എന്നാൽ കാലപ്പോക്കിൽ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് ഏകദേശം ഈ അടുത്ത വർഷങ്ങളിൽ, ആ സഭാരാധനയുടെ രൂപം തന്നെ മാറി. ഒരാൾ മാത്രം ഇരിക്കുന്നു, എന്നെ നിങ്ങൾ കേൾക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ സഭാരാധന മാറി. അതിനു മുമ്പേ തന്നെ വിദേശങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് നമ്മൾ വിചാരിക്കുന്ന പാരമ്പര്യമായ രീതിയിലുള്ള ആരാധനകളിലൊന്നും പങ്കെടുക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ അവരും പല പല രീതികളിലുള്ള സഭാരാധനകൾക്കൊപ്പമായി, ഓൺലൈനായിട്ടുള്ള സഭാരാധനകൾക്കൊപ്പം ആയിത്തീർന്നു. അപ്പോൾ കാലത്തിനനുസരിച്ച് വന്ന മാറ്റം ഉൾക്കൊണ്ടു. അപ്പോൾ കാലത്തിനനുസരിച്ച് വന്ന മാറ്റം ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിൻ്റെ സഭ. അപ്പോൾ ഈ പ്രൈസർ ഫാമിലിക്കൊപ്പം ആ ഒരു ആത്മീയമായ കൂട്ടായ്മയിൽ സഭാരാധനയുടെ അതേ അനുഭവത്തിൽ തന്നെ ആയിരിക്കുന്നവരുണ്ട്. ഞായറാഴ്ച മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും രാവിലെ വചന സന്ദേശത്തോടൊപ്പം തുടങ്ങുന്നു, വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. സാക്ഷ്യങ്ങൾ, ഇങ്ങനെ ഒരു എല്ലാ ദിവസവും സഭാരാധനയുടെ അനുഭവം. പ്രൈസർ ഫാമിലിക്കൊപ്പം മാത്രമല്ല, മറ്റു പല നിലകളിലും നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ദൈവം ഒരുക്കി തരുന്ന കൂട്ടായ്മയ്ക്ക്, അതാണ് സഭ. ദൈവം ഒരുക്കി തരുന്ന കൂട്ടായ്മയാണ് സഭ. ആ കൂട്ടായ്മയുടെ ശിരസ് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തേ പറ്റത്തുള്ളൂ. നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ പല 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 കാര്യങ്ങളുമുണ്ട്. ജോലിയുണ്ട്, കുടുംബമുണ്ട്, സ്വന്തം ബന്ധങ്ങളുണ്ട്, നന്മകളുണ്ട്, പേര്, പെരുമ, പ്രശസ്തി, ഇങ്ങനെ പല 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 കാര്യങ്ങളുമുണ്ട്. എന്നാൽ നമ്മൾ ഈ ആത്മീയ കൂട്ടായ്മയ്ക്ക്, സഭയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം എവിടെയാണ്? നിസ്സംശയം പറയാം, ഏറ്റവും അവസാനം. ഈ പഴയ നിയമം അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുള്ള ദിവസം 7ാമത്തെ ദിവസമാണ്, ശാബത്ത്. അത് തന്നെയാണ് ഇന്നും നമ്മുടെ മനസ്സിലുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് ദൈവം, എല്ലാം കഴിഞ്ഞിട്ട് ആരാധന, എല്ലാം കഴിഞ്ഞിട്ട് കൂട്ടായ്മ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1ാമത്തെ ദിവസം, എല്ലാത്തിൻ്റെയും ആരംഭം സഭയിൽ നിന്ന്, എല്ലാത്തിൻ്റെയും ആരംഭം കൂട്ടായ്മയിൽ നിന്ന്. പ്രിയരെ, കൂട്ടായ്മയിലൂടെ ദൈവസാന്നിധ്യത്തിൽ സഭയിൽ നിന്ന് നിങ്ങൾ ആരംഭിക്കുന്നത് ഒന്നും പരാജയപ്പെട്ടു പോകത്തില്ല. കാരണം സഭയുടെ കാന്തൻ, സഭയുടെ നാഥൻ ക്രിസ്തുവാണ്, അല്ലെങ്കിൽ തല ക്രിസ്തുവാണ്. അപ്പോൾ തലയിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളാണ് ശരീരം നടപ്പിൽ വരുത്തുന്നത്. യേശുവിൻ്റെ തീരുമാനങ്ങൾ, ഈ സകലത്തെയും സൃഷ്ടിച്ചവൻ്റെ തീരുമാനങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തിയാൽ അതിനൊരു പരാജയം ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ ലോകപ്രകാരം നമ്മൾ പല തീരുമാനങ്ങളും എടുത്തു, പലതും ചെയ്തു, പരാജയപ്പെട്ടു. ഇനി കൂട്ടായ്മയിൽ നിന്നായിരിക്കണം, ദൈവസാന്നിധ്യത്തിൽ നിന്നായിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ മുഴുവനും. അപ്പോൾ സഭ അഥവാ കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് കേട്ടോ. ആ കൂട്ടായ്മ നമ്മെക്കാൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഒരു പ്രശ്നത്തിലായിത്തീരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച് മുൻപോട്ട് വരുവാൻ കഴിയണമെന്നില്ല. എന്നാൽ ഒരു സഭ, കൂട്ടായ്മ ആ ജോലി ഏറ്റെടുക്കും.
അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. ഒരു രാത്രിയിൽ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പത്രോസ് എന്ന ഭക്തന് വേണ്ടി, ആ സഭയിലുള്ള ഒരു മെമ്പറിന് വേണ്ടി. അപ്പോൾ പത്രോസ് എവിടെ ആയിരിക്കുന്നു? പത്രോസ് കാരാഗ്രഹത്തിലായിരിക്കുന്നു. തല നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് പിറ്റേ ദിവസം ഉള്ളത്. പത്രോസ് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഉപവാസവും പ്രാർത്ഥനയും ഒന്നും നടക്കുന്നില്ല. തല പോകുന്ന കണ്ടീഷനാണ്. പത്രോസിന് ഏകദേശം ഉറപ്പ് വന്നു കാണും, തലേ ദിവസം യാക്കോബിൻ്റെ തല പോയതാണ്, അപ്പോൾ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമല്ല, നിത്യതയിൽ കാണാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലായിരിക്കും പത്രോസ് ഉറങ്ങുന്നത്. പക്ഷേ സഭ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. അതാണ് സഭ. നിങ്ങൾക്ക് ഒരു ആത്മീയ കൂട്ടായ്മ, ശരിയായ ഒരു ആത്മീയ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിട്ടുകൊടുത്താലും, ഈ പ്രശ്നത്തോടെ ഞാൻ തീർന്നോട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാലും സഭ വിട്ടുകൊടുക്കത്തില്ല. ആത്മീയ കൂട്ടായ്മ വിട്ടുകൊടുക്കത്തില്ല. പ്രൈസർ ഫാമിലി വിട്ടുകൊടുക്കത്തില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല ദൈവദാസനെ എത്രയോ തവണ സഹോദര നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ തളർന്നാലും, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കത്തില്ല. കാരണം സഭയുടെ ഡ്യൂട്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ഒപ്പമുള്ള അവയവങ്ങൾക്ക് വേണ്ടി ശരീരം പ്രവർത്തിക്കുന്നത് പോലെ ഒരു അവയവം കേടുള്ളതായാൽ അടുത്ത അവയവം ആ അവയവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ക്രിസ്തു തലയായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ ഡ്യൂട്ടിയാണ്, കടമയാണ്. അത് ഞങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ആ കാരാഗ്രഹമൊക്കെ നിസ്സാരമായി തുറന്നു വരുന്നു. അതേ പ്രിയരെ, സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഏത് കാരാഗ്രഹത്തെയും തുറക്കും, ഏത് അവസ്ഥയിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഓടിയിട്ട് കിട്ടാത്തത് നിങ്ങളുടെ പിന്നാലെ വരണമെങ്കിൽ ദൈവസാന്നിധ്യത്തിലായിരിക്കുക, ദൈവം നിങ്ങൾക്ക് നൽകുന്നതിന് പ്രയോറിറ്റി കൊടുക്കുക, സഭയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, സഭയിൽ നിന്ന് ആരംഭിക്കുക, സഭയോടൊപ്പം ചേർന്ന് നിൽക്കുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ മെസ്സേജ് നിങ്ങളെ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരാഗ്രഹങ്ങൾ തുറക്കും. നശിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന്, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ജീവൻ പ്രാപിച്ച് തിരികെ വരും. നിങ്ങൾ നന്മ അനുഭവിക്കും. നന്മ നിങ്ങളെ പിന്തുടരും. അതിനായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും. കണ്ടടച്ചോ, ഞങ്ങളുടെ വിശ്വാസ കർത്താവേ നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതം കൂടെ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ സ്വർഗം പ്രിയപ്പെട്ടവർക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവ്, ഈ പകൽക്കാലം ഇതുവരുടെ വിടുതലിൻ്റെ പകൽക്കാലമായി മാറട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്ന സകലരും ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. പുതിയ ജോലികൾ ഉണ്ടാകട്ടെ. ജോലിമേൽ വെളിപ്പെടുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. ജോലി ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ തൊഴിലിടങ്ങളിലുള്ള സകല പ്രശ്നങ്ങളും വിട്ടുമാറട്ടെ. ശത്രുക്കൾ ഓടിപ്പോകട്ടെ. തൊഴിലിടങ്ങൾ ഇവർക്ക് സമൃദ്ധിയായി മാറട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. ദാരിദ്ര്യം മാറട്ടെ. എല്ലാ ദാരിദ്ര്യങ്ങളും മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഇവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ. ഓ താങ്ക് യു ലോർഡ്. കടം മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. പലിശ കടകൾ മാറട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ചില വ്യക്തികളോട് എൻ്റെ ദൈവം ഇടപെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. നശിച്ചു പോകുന്നത് കാണുവാൻ നോക്കിയിരിക്കുന്നവരുടെ മധ്യത്തിൽ പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശ യാത്രകൾ ഒരുങ്ങട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കൊയ്ത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. പരാജയപ്പെടുമെന്ന് സ്തോത്രം. ശത്രു പറഞ്ഞ സ്ഥാനത്ത് തലമുറകൾ ജയിക്കട്ടെ. സ്കൂളുകളിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, മഹാമാരിയിൽ നിന്ന് അവരെ വിടുവിച്ച് പരിപാലിക്കണമേ. പ്രതിസന്ധികളിൽ അവർക്കൊപ്പം തുണയായി കൂടിയിരിക്കണമേ. മാതാപിതാക്കളെ അങ്ങ് ശക്തീകരിക്കണമേ. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് എൻ്റെ ദൈവങ്ങൾ ഭവനങ്ങൾ നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരുടെ യാത്രകളിലൊക്കെയും കൂടിയിരുന്നാട്ടെ. വാഹനങ്ങളെ നൽകണമേ കർത്താവ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ആഗ്രഹിക്കുന്നു ദീർഘനാളുകളായി സ്വന്തം വാഹനങ്ങൾക്കായി വാഹനങ്ങൾ വാങ്ങട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ. ബാങ്ക് ലോണുകൾ ശരിയാകട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം കൂടിരുന്നു വിടുതലിന് കാരണമാക്കി മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ പറയാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഒരുമിച്ച് പ്രൈസർ ഫാമിലിയിലൂടെ ഇപ്പോൾ നിങ്ങൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.